ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കും. എന്താ കുഴപ്പമുണ്ട്? ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പുകളിൽ, അതായത് സർക്കാരിന്റെ ആശുപത്രി വളപ്പുകളിൽ ഒരാൾ പോലും കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്തിനാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന കിങ്ങിണിക്കുട്ടൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിക്കുന്ന ഒരു മനുഷ്യൻ ഈ രീതിയിൽ വിമർശിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും ഞാനിങ്ങനെ ചിന്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, ആഹാര വിതരണം അല്ലെങ്കിൽ പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ ചെയ്യുന്നു. അതിനാണല്ലോ നിങ്ങൾക്ക് മനസ്സിലായത്. ഡിവൈഎഫ്ഐയുടെ ബാനർ വെച്ചുകൊണ്ട്, ഡിവൈഎഫ്ഐയുടെ കൊടി വെച്ചുകൊണ്ട്, സേവാഭാരതിയും കൊടി വെച്ചുകൊണ്ടൊക്കെ അവിടെ ആഹാര വിതരണം നടത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല. സേവാഭാരതിയോട് ഇവർക്ക് വിമുഖതയൊന്നുമില്ല. കാരണം സേവാഭാരതി അല്ല ഇവരുടെ ഒരു അച്ഛന്റെ അനുജന്റെ മക്കൾ എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയോടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വിമുഖതയുള്ള, ഡിവൈഎഫ്ഐയോടാണ് ഇത് കൂടുതൽ എതിർപ്പുള്ളത്. അപ്പൊ ഡിവൈഎഫ്ഐയുടെ പേരിൽ അവിടെ ആഹാര വിതരണം, പൊതിച്ചോറ് വിതരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞങ്ങളെ സാരമായിട്ട് ബാധിക്കും. അതിൽ കൂടി ഞങ്ങൾക്ക് അടുത്ത തവണത്തെ ഇലക്ഷനിൽ വിജയിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നുണകൾ മാത്രം പറയുന്ന നുണേശന് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനം കൊണ്ടായിരിക്കണം കെ മുരളീധരൻ ഇത്രയധികം ദേഷ്യം. ജി സുധാകരൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് വായ്ത്താളം വിട്ടിട്ട് പോയത് നമ്മൾ കണ്ടതാണ്. എന്താണ് സുധാകരൻ പറഞ്ഞത്? ഈ നമ്മുടെ ആശുപത്രികളിലേക്ക് ഈ പൊതിച്ചോറുമായിട്ട് വന്ന് നിൽക്കുന്നതും ബാനർ കെട്ടിക്കൊണ്ടുള്ള പരിപാടിയും ഒന്നും വേണ്ട. ഇത് പറഞ്ഞപ്പോൾ ജി സുധാകരനെ അതിരൂക്ഷമായിട്ട് എല്ലാവരും വിമർശിച്ചു. എന്നാൽ വിമർശിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. എവിടെയാണ്? കുങ്ങികളുടെ കൂട്ടത്തിൽ. ഈ കുങ്ങികൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, അതിനെ മറുത്തൊരു കാര്യം പോലും സംസാരിച്ചില്ല. ഇവരെല്ലാം പറഞ്ഞത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇതേ സമയത്ത് ഇവർ പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ആരാണ്? കൊങ്ങിക്കുട്ടന്മാർ, കിങ്ങിണിക്കുട്ടൻ അടക്കമുള്ള ആളുകൾ. എന്താണ് ഇവർ പറയുന്നത്? ഈ പൊതിച്ചോറ് വിതരണം ഞങ്ങൾ നിർത്തിവെക്കാൻ പോവുകയാണ്, അല്ലെ നിർത്തിക്കാൻ പോവുകയാണ്. എന്റെ സർക്കാർ ആശുപത്രികളിലേക്ക് പൊതിച്ചോറുമായിട്ട് ഒരാൾ പോലും കടന്നു വരാൻ പാടില്ല. വേണമെങ്കിൽ പുറത്തു കൊണ്ടുവച്ച് വിതരണം നടത്തിക്കോട്ടെ, അല്ലെ ചെയ്തോട്ടെ, കൊടുത്തോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പൊന്നു മുരളീധര, പുറത്ത് വെച്ചിട്ട് പൊതിച്ചോറ് കൊടുക്കണമെന്നെങ്കിൽ തന്റെ ഒന്നും ഒരു ഔദാര്യവും ആർക്കും വേണ്ട. പിള്ളേർ ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 2017 മുതൽ ഇത്രയും വർഷങ്ങളായിട്ട് ആ പിള്ളേർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ചെയ്യും മക്കളെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടയ്. ഒരു നേരത്തെ വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന, അല്ലെ രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ അങ്ങനെ അകത്തുപോയി കിടക്കാനും ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാർ തയ്യാറാണ്. നിങ്ങളുടെ KSU എന്ന് പറയുന്നൊരു സംഘടനയുണ്ടല്ലോ, വിദ്യാർത്ഥി സംഘടന, എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നു, നിങ്ങൾ അഹോരാത്രം പറയുന്ന ഒരു സംഘടന. അവരെന്തുകൊണ്ട് ഈ പറയുന്ന പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോകുന്നില്ല? അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടുള്ള ഡിവൈഎഫ്ഐയെ അവരോടുള്ള എന്തോ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു നേരത്തെ ആഹാരം കിട്ടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ചോറിലേക്ക് മണ്ണ് വാരിയിടുന്ന നിന്റെയൊക്കെ ഈ രാഷ്ട്രീയം, ഇത് രാഷ്ട്രീയം എന്നല്ല പറയേണ്ടത്, ഇത് തോന്നിവാസമാണെന്ന് തന്നെ പറയണം. എന്തൊരു തോന്നിവാസമല്ലേ കാണിക്കുന്നത്? എന്നിട്ടൊരു പേരും കൂടി. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം UDF ഗവൺമെന്റിനാണ്. UDF ഗവൺമെന്റിന്റെ തീരുമാനമാണ്. കിങ്ങിണിക്കുട്ടൻ പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ UDF ഗവൺമെന്റിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് കെ മുരളീധരൻ സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള, നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ള അത്യാഹിതം, അല്ലെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ള മരണം, അത് മരണം എന്നല്ല പറയുക, കൊലപാതകം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം, അല്ലേ? ഇവര് കാരണം, ഇവരുടെ അനാസ്ഥ കാരണം, ഇവരുടെ കഴിവുകേട് കാരണം എത്രയധികം ആളുകളാണ് വെന്റിലേറ്ററിൽ നിന്ന് മരിക്കുന്നു. എത്രയോ ആളുകളുടെ കാലുകളിൽ സർജറി ചെയ്തതിന് ശേഷം പുഴുവുണ്ടാവുന്നു. എത്രയോ സർജറികളിൽ പിഴവുണ്ടാവുന്നു. പിന്നെ ഈ ഓരോ അസുഖങ്ങൾ വന്ന് പല ആളുകൾ മരിക്കുന്നു. എബോള അല്ലെങ്കിൽ നിപ്പ, കൊറോണ, ഇതൊക്കെ വന്ന് എത്രയോ പേര് മരിച്ചിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ അനാസ്ഥ ഉണ്ടായതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു രോഗത്തിനെയോ ആശുപത്രിയോ പഴിചാരാതെ UDFന്റെ അനാസ്ഥയാണെന്ന് തന്നെ പറയണം. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുക്കരുതെന്ന് നിങ്ങൾ പറയുമ്പോൾ, അത് ഞങ്ങൾ UDFന്റെ തീരുമാനമാണെന്ന് പറയുമ്പോൾ, ഇത്രയും അധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ തീരുമാനം കൊണ്ടാണ്, അല്ലെ അതും നിങ്ങളുടെ തലയിലേക്ക് തന്നെ വരണമെന്ന് നിങ്ങൾ പറയണം, അല്ലെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഏറ്റെടുക്കണം. എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല? നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുക എന്നുള്ളൊരു വലിയ കഴിവാണ്. അതിന്റെ പേരിൽ എന്തും നിങ്ങൾ ചെയ്യും. പണ്ട് മുതലേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു കാര്യത്തിലും ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് വന്ന കെ മുരളീധരനെ അടക്കം നമ്മുടെ ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാർ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് മുൻപ് തന്നെ കൈരളി TV ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുരളീധരന് പറയാൻ മറുപടിയില്ലാതെ ബബ്ബ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം. എന്തുകൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നു? കൊടി കെട്ടി കൊടുക്കരുത്, അത് ഞാൻ സമ്മതിക്കില്ല, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങൾ UDFന്റെ തീരുമാനമാണെന്നാണ് പറയുന്നത്. ഇത്രയും ജയിപ്പിച്ച 3.5 കോടി ജനങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ചിട്ടും, അല്ലെ ഈ കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ മണ്ടന്മാർ വിജയിപ്പിച്ചിട്ടും അതിൻ്റെ എല്ലാം പാപഭാരം പേറേണ്ടി വരുന്നതും ഈ ജയിപ്പിച്ചു വിട്ട മണ്ടന്മാർ തന്നെയാണ്. ഞാൻ പലപ്പോഴും കേരളത്തിലെ ജനങ്ങൾ കാണിച്ച നന്ദികേടെന്ന് പറയുമ്പോൾ പലരും വന്ന് മെഴുകാറുണ്ട്. ഇതിൻ്റെ എല്ലാം, ഈ കാണിച്ച നന്ദികേടിൻ്റെ അനന്തര ഫലമാണോ മറ്റുള്ള പാവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ ഈ മെഴുകുന്ന അടിമകൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടാകുമോ തരാനായിട്ട്? കാണില്ല. കാരണം ഇവൻ്റെയൊക്കെ തലയിൽ രാഷ്ട്രീയം കയറി ഇങ്ങനെ
താളം കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഇവന്മാർക്കൊന്നും മറുപടി ഉണ്ടാവില്ല പറയാനായിട്ട്. ബാക്കി നമുക്ക് മുരളീധരൻ സാർ പറയുന്നത് കേട്ട് നോക്കാം. തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്, ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. സംശയം വേണം. ഞാൻ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനം എടുക്കും. ഒരു കാരണവശാലും ഈ സന്നദ്ധ സംഘടന എന്ന് പറയുന്നത് സേവാഭാരതിയും പിന്നെ അവരുടെ ആളുകളുടെ RSSന്റെ ടീംസ് ആണോ സാറേ? എനിക്ക് തോന്നുന്നത് അതാണെന്ന് കേട്ടോ. അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളുമായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ട് DYFI ഇതവിടെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് തുടങ്ങിക്കോളൂ, അല്ലെ കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. എവിടെയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഇരിക്കുന്നത്? കമ്മ്യൂണിറ്റി കിച്ചൺ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ആദ്യഘട്ടമായിട്ട് ആലപ്പുഴയിലാണ് തുടങ്ങാൻ പോവുക. എന്തുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ വന്ന സമയത്ത് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തില്ല സാറേ? ഇന്നിപ്പോൾ DYFIയുടെ പൊതിച്ചോറ് വിതരണം വർഷങ്ങൾ കഴിഞ്ഞു. 2017 തുടങ്ങിയൊരു പൊതിച്ചോറ് വിതരണമാണ്. ഈ ഒരു പൊതിച്ചോറ് വിതരണത്തിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും ഒരുപാട് ആളുകളുടെ പ്രയത്നവുമുണ്ട്. ഞാനത് നിങ്ങളിലേക്ക്, അല്ലെ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതിന് മുൻപ് ഇത് മുഴുവനായിട്ടൊന്ന് കണ്ട് നമുക്ക് തീർക്കാം. ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിയിൽ. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ അത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്, ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. സംശയം വേണം. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ, ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തു. ഈ DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. കുഴപ്പമുണ്ട്. ഒരു കാരണവശാലും എന്താണ് സാറേ കുഴപ്പം? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും ഉത്തരം മുട്ടിയത് കൊണ്ടുമാണോ ഈ മാധ്യമങ്ങളുടെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ അധികാരത്തിൽ വന്നത് ഈ ജനങ്ങളുടെ കനിവ് കൊണ്ടാണ്, അല്ലെ ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കൺവിൻസ് ചെയ്ത ആ മണ്ടന്മാർ നിങ്ങൾക്ക് വോട്ട് കുത്തിയത് കൊണ്ടാണ്. ആ വോട്ട് കിട്ടി വിജയിച്ച് വന്നത്, അവരുടെ ഔദാര്യം കൊണ്ട് വിജയിച്ച് വന്നത് അവരുടെ ചോറിൽ മണ്ണ് വാരിയിടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നിങ്ങളുടെ അച്ഛൻ, അതായത് കരുണാകരൻ്റെ പേര് ഒരു ആശുപത്രിക്ക് ഇടാൻ പോകുന്നു എന്നുള്ളൊരു കരക്കമ്പി ഞാൻ കേൾക്കാനിടയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആശുപത്രിക്ക് എന്തിനാണ് ഈ കരുണാകരൻ്റെ പേരിടാൻ പോകുന്നത്? അങ്ങനെ ഇടാനും പാടില്ലല്ലോ സാറേ, അങ്ങനെ ഇടാൻ പാടേയില്ല. ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടുകൂടാ. കാരണം ഒരാശുപത്രി എന്ന് പറയുന്ന ഒരാൾക്ക് അവരുടെ ചികിത്സ നേടിയെടുക്കാൻ, അല്ലെ അവർക്ക് ആദ്യമ പ്രാഥമിക ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓടി വരുന്നൊരു സ്ഥലമാണ്. അതിന് കരുണാകരൻ്റെയോ കരുണാനിധിയുടെയോ ഇനി ഏതെങ്കിലും മറ്റുള്ള നേതാക്കന്മാരുടെ, ഇനി പിണറായി വിജയൻ്റെ പോലും പേരിടേണ്ട ആവശ്യമില്ല. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലെന്നോ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലെന്നോ മറ്റുള്ള പേരുകളിൽ അറിയപ്പെട്ടാൽ മതി. എന്തിനാണ് കരുണാകരൻ്റെ പേരിടാൻ പോകുന്നത്? ഈ DYFI പൊതിച്ചോറ് കൊടുക്കരുതെന്ന് പറയുമ്പോൾ അവിടെ കരുണാകരൻ്റെ പേരിടാനും പാടില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. ആ കെട്ടിട സമുച്ചയം ഉണ്ടാക്കിയെടുത്തത് കരുണാകരൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ലല്ലോ. അങ്ങനെയെങ്കിൽ അവിടെ ആ പേരും വേണ്ട. ഇത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പറയാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും ഈ രീതിയിൽ തന്നെ ആയിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം കിട്ടുന്ന രോഗികളുടെ ഒപ്പം വന്നിരിക്കുന്ന കാവൽക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു തുണയായിട്ടുള്ളൊരു സാധനം വേണ്ട എന്ന് പറയാനും മാത്രം ഇവന്മാർ ഇങ്ങനെ അധപ്പതിച്ചവന്മാരായി പോയെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. വിശപ്പിന്റെ വില എന്താണെന്ന് അറിയാത്ത, പട്ടിണി ഒരു നേരം പോലും കിടന്നിട്ടില്ലാത്തവന്മാർക്ക് ഇതൊക്കെ വെറും ഒരു രാഷ്ട്രീയ കളികൾ മാത്രമാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ കളികളാണ് പൂക്കികളും പൂക്കികളുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒരു തീരുമാനം അത് അത്ര നല്ലതിനല്ല സതീശ, അല്ലെ സതീശനാദികളെ. നിങ്ങളെ വിജയിപ്പിച്ചു വിട്ട ജനങ്ങൾ കഴുതകളാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാ പരിപാടിയും കാണിക്കരുതേ. ഞാൻ ഈ നെറികെട്ട ആളുകളെന്ന് പറയുമ്പോൾ പലർക്കും നല്ല കുരുപൊട്ടുന്നുണ്ട്. ആ നെറികെട്ടവന്മാർ തന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. വികസന മാറ്റം വേണം, ചേഞ്ച് അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? നല്ല ചേഞ്ച് കിട്ടിയിട്ടുണ്ടല്ലോ. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാതെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് കൊടുത്താൽ മതി. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്, അല്ലെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് കെ മുരളീധരൻ പറയുമ്പോൾ ഇതേ ഒരു അജണ്ടയാണോ, അല്ലെ ഇതേ ഒരു ശാസ്ത്രമാണോ വയനാട് ടൗൺഷിപ്പിൻ്റെയും കള്ളാടിയിലെ ദുരന്തബാധിതരുടെയും കാര്യത്തിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്കൊന്ന് അറിയണം. അതായത് നിങ്ങൾ ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ വീടിൻ്റെ ഒന്നും നിർമ്മാണം തുടങ്ങാത്തതും തുടങ്ങിയതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങളെ പറ്റിയോ ഒന്നും ജനങ്ങളെ അറിയിക്കാത്തതും. ഇതൊന്നുമല്ല ശരിക്കും ഒരു രാഷ്ട്രീയം. എല്ലാത്തിലും രാഷ്ട്രീയം കാണുക എന്ന് പറയുന്ന ഈ ഒരു തൊലിഞ്ഞ സ്വഭാവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതത്ര നാൾ അല്ലെങ്കിൽ അധികം നാൾ നിലനിൽക്കില്ല. ഇതിന് DYFIയുടെ ചുണക്കുട്ടന്മാർ കൊടുക്കുന്നൊരു മറുപടി കൂടിയുണ്ട്, ഒന്ന് കണ്ടുപോകാം. ശ്രീ
2017 ആണ്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയപൂർവ്വം എന്ന പേരിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത്. ഇത് ശ്രീ കെ മുരളീധര, ഞങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഡിവൈഎഫ്ഐ ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയത് നിങ്ങളുടെ അനുമതി വാങ്ങിയിട്ടല്ല. നിങ്ങളുടെ അനുമതി വാങ്ങേണ്ട ആവശ്യവും ഡിവൈഎഫ്ഐക്കില്ല. പിന്നെ ബാനർ കെട്ടിയതിനെ കുറിച്ച് മിസ്റ്റർ കെ മുരളീധര, ഞങ്ങൾ ഈ ബാനർ കെട്ടിയത്, ഞങ്ങൾ ഈ പോസ്റ്റർ പതിച്ചത് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ കാണും. ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് കൊടുക്കുന്ന സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയാണ്. വെറും 120 രൂപയും കൊടുത്ത് ഓരോ ദിവസവും ഭക്ഷണം വാങ്ങി കഴിക്കാൻ സാധിക്കാത്ത രോഗികളുണ്ട്, ദുർബലരായ മനുഷ്യരുണ്ട്, അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, അതിൽ കോൺഗ്രസുകാരുണ്ടാവാം, അതിൽ BJP-ക്കാരുണ്ടാകാം, അതിൽ മുസ്ലിം ലീഗുകാരുണ്ടാകാം, ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്തവരുണ്ടാകാം. ഞങ്ങൾ കാവൽ കെട്ടിയത് ഒരു സ്ഥാപനത്തിലാണ്. ആ മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ കൂടി വിയർപ്പിന്റെ ഭാഗമാണ്. കേരളത്തിലെ തിരുവനന്തപുരത്ത് പാവപ്പെട്ട മനുഷ്യരുടെ കൂടി വിയർപ്പിന്റെ ഭാഗമാണ് ആ മെഡിക്കൽ കോളേജ്. ഞങ്ങൾ കാവൽ കെട്ടിയത് അങ്ങയുടെ വീടിന്റെ അകത്തളത്തിലല്ല. ഞങ്ങൾ കാവൽ കെട്ടിയത് അങ്ങയുടെ ഓഫീസിന്റെ വളപ്പിലല്ല. ഞങ്ങൾ കാവൽ കെട്ടിയത് അങ്ങയുടെ ബെഡ്റൂമിലേക്കല്ല. ഞങ്ങൾ ബാനർ കെട്ടിയത് കേരളത്തിന്റെ പൊതുസ്വത്തായ മെഡിക്കൽ കോളേജിലാണ്. ഞങ്ങൾ കെട്ടിയ ബാനർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ മനുഷ്യരുടെ ഹൃദയത്തിലാണ്. നിങ്ങൾ അഴിച്ചു മാറ്റിയാൽ ആ ബാനറല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് കെട്ടിയ സ്നേഹത്തിന്റെ ബാനറായിരിക്കും മുരളീധര. ഇപ്പോഴല്ല, ഒരു ജന്മം കൂടി ജനിച്ചാലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. വളരെയധികം കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് കെ മുരളീധരനും അവരുടെ ഒപ്പം നിൽക്കുന്ന സതീശനാദികൾക്കും ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് കൊടുക്കുന്നത്. ഞങ്ങൾ കൊടികൾ കെട്ടിയത് നിങ്ങളുടെ ഓഫീസിൻ്റെ മുന്നിലോ നിങ്ങളുടെ തറവാടിൻ്റെ മുൻപിലോ അല്ല, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെ നിങ്ങൾ പടുത്തുയർത്തിയ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുൻപിൽ ഞങ്ങളത് കെട്ടുമ്പോൾ ആ ജനങ്ങൾക്ക് തന്നെ സൗകര്യപ്രദമാവുന്ന, ആ ജനങ്ങൾക്ക് തന്നെ ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കെട്ടി ഉയർത്തുമ്പോൾ അതിലെന്തിനാണ് ഇത്ര വിമുഖത കെ മുരളീധര എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഇവിടെയും പിണറായി വിജയനാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നാളെ മുതൽ ചോറില്ലാതെ ഇരിക്കേണ്ടതായിട്ട് വരും. ഈ 100ഉം 120 രൂപയും കൊടുത്ത് ഒരു ദിവസം വാങ്ങി കഴിക്കുന്നത് പോലെയല്ല ഒരാഴ്ചയും 2 ആഴ്ചയും 1 മാസവും അവിടെ വന്ന് കാത്തു നിൽക്കുന്ന കാവൽക്കാരുടെ അവസ്ഥ. അവർക്ക് ദിവസവും ഉച്ചനേരത്ത് ഒരു നേരമെങ്കിൽ ഒരു നേരം ഒരു 100 രൂപ അല്ലെങ്കിൽ 10 രൂപയെങ്കിലും ലാഭിക്കാൻ പറ്റുമെങ്കിൽ അതിങ്ങനെ പറ്റുന്നുള്ളൂ. അതിൻ്റെ ഒരു വലിയൊരു കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു മഹത്വം തന്നെയാണ് ഡിവൈഎഫ്ഐ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാൻ, ഞങ്ങളാണല്ലോ അധികാരത്തിലിരിക്കുന്ന അധികാരവർഗമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി തീരുമാനിക്കേണ്ടി വരും. ജനങ്ങൾ ഈ രീതിയിലായിരിക്കത്തില്ല നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളെ വിജയിപ്പിച്ചത് ജനങ്ങളുടെ ചോറിൽ മണ്ണ് വാരിയിടാനായിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടി സേവകരാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് അതിന് ബലിയാടാവേണ്ടി വരുന്നതും ഈ നാട്ടിലെ പാവങ്ങളാണ്. ദുരിതത്തിൽ ആഴ്ന്നു പോകുന്നതും ഇതേ പാവങ്ങൾ തന്നെയാണ്. വികസന മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച ആളുകളല്ലേ, പിണറായി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ആളുകളല്ലേ, അനുഭവിച്ചോ.